Hello, I'm Lizzie Paulos, first year MA Psychology student in IGNOU University. ഞാനൊരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളാണ്. എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ എനിക്കത് കൂടാതെ 3 PG വേറെ ഉണ്ട് എനിക്ക്. ഞാൻ ഇഗ്നോയുടെ തന്നെ PGD-CFT കഴിഞ്ഞ വർഷം ചെയ്തു. കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി PGD-CFT എന്ന് പറയുന്ന കോഴ്സ് ചെയ്തിരുന്നു. പിന്നെ അത് ഫസ്റ്റ് ഇയർ ചെയ്തത് കഴിഞ്ഞപ്പോൾ എനിക്ക് സൈക്കോളജി ഒന്ന് ചെയ്യണം. കൗൺസിലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കണമെന്ന് തോന്നി ഇഗ്നോയിൽ ചേർന്നതാണ്. അപ്പം ഞാൻ ഈ ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഡിസംബറിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ പഠിക്കുന്നു, മാത്സ് എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കത് ഈസിയാണ്, ലേൺ വൈസിൽ നല്ല ക്ലാസ് എടുത്തു. മാത്സ് ആ സബ്ജക്റ്റ് വളരെ ഈസിയാണെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലേൺ വൈസിലെ കോർഡിനേറ്റർ നമ്പർ തന്നു. വിളിച്ചപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ അതിൽ നവംബറിൽ ചേർന്നു. ഈ നവംബറിൽ ചേർന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുടെയും കൂടെ ഒരു പാക്കേജാണ് എടുത്തത്. സെക്കൻഡ് ഇയറിന് എടുത്തപ്പോൾ അവർ ഫസ്റ്റ് ഇയർ മാസത്തേക്ക് ഇത് കാണാനായിട്ട് അലോ ചെയ്തു. ഞാൻ ആ 006-ൻ്റെയാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് കണ്ടത്. അപ്പം മാത്സ് ഒക്കെ എനിക്കത് വളരെ ക്ലിയറായി. കാരണം ഇൻ കേസ് ഞാൻ അതിനകത്ത് ചേർന്നത് കണ്ടില്ലെങ്കിൽ മാത്സ് എനിക്ക് ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് അത്രയും മനസ്സിലാകില്ലായിരുന്നു. ഞാൻ അതിനകത്ത് വീഡിയോസ് എല്ലാം അന്നത്തെ മെൻറ്റർ എന്നോട് പറഞ്ഞു, ആദ്യം ഒന്ന് മാത്സ് പഠിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി. അനോവയും സ്പിയർമാൻ സ്റ്റോയും കെൻഡാൽ സ്റ്റോയും അതുപോലെ മാൻ മിറ്റ്നി യു ടെസ്റ്റ് അതുപോലെ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എല്ലാം വീഡിയോയിൽ കണ്ട് പഠിച്ചു. പിന്നെ മറ്റ് സബ്ജക്റ്റുകൾക്ക് അധികം എനിക്ക് ടൈം കിട്ടിയില്ല വീഡിയോ പഠിക്കാൻ. ഞാൻ ബുക്ക് വായിക്കുകയാണ് ചെയ്തത്, പുസ്തകം വായിച്ചാണ് പഠിച്ചത്. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ സെക്കൻഡ് ഇയറിനും ഇതിനകത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ്. ഞാൻ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എക്സാം കണ്ട് ചെയ്യാമെന്ന് കരുതുന്നു. ഞാൻ കൗൺസിലിംഗിൽ ഫീൽഡിൽ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഞാൻ അന്ന് മെൻറ്ററോട് ചോദിച്ചിരുന്നു, വിച്ച് ഇസ് ബെറ്റർ, ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണോ അതെയോ കൗൺസിലിംഗ് എടുക്കണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അന്ന് പറഞ്ഞപ്പോൾ കൗൺസിലിംഗ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അത് വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത്രയുമൊക്കെയാണ്. പിന്നെ എൻ്റെ വീട് പുക്കാട്ടുപടിയാണ്, എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി. എനിക്ക് ഹസ്ബൻഡ് റിട്ടയർഡ് കൊച്ചിൻ റിഫൈനറി എംപ്ലോയി ആയിരുന്നു. പിന്നെ 2 മക്കളാണ്. മോൻ ഇന്ത്യൻ ആർമിയിൽ മേജറാണ്. മോള് ഒരു കമ്പനിയുടെ HR മാനേജറായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ്. ഇപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ ഈ സ്കൂളിലായിരുന്ന സമയത്ത് പോലും പലരും എനിക്ക് ഒരു കൗൺസിലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പോലും ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അവരുടെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ വന്നാൽ എൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുന്ന ഇതിപ്പോഴും അതെ. ഞാൻ വർക്ക് ചെയ്ത സ്കൂൾ, ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ടീച്ചേഴ്സ് എന്തെങ്കിലും പ്രശ്നം വന്ന് ആദ്യം വിളിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ എന്നെ കാണാനായിട്ട് ഒരു ദിവസം, എന്നോട് സംസാരിക്കാനായിട്ട് ഒരു ദിവസമൊക്കെ വന്ന് എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അഡോളസെന്റ് സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങളും ഇത്രയും വർഷങ്ങൾ പിള്ളേരെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ട് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ഒരു യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ ടൈം ചിലവാക്കാമെന്ന് കരുതിയപ്പോഴാണ് ഇഗ്നോയുടെ ആ റിട്ടയർഡായ 23 മെയ്യിലാണ് റിട്ടയർഡ് ആയത്. അന്ന് തന്നെ PGD-CFT ചെയ്തു. അത് 1 ഇയർ കൊണ്ട് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. പിന്നെ സൈക്കോളജി ചെയ്തു. ഇനി സൈക്കോളജി കഴിയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് അതിൻ്റെ സെക്കൻഡ് ഇയർ MSc CFT ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു.